സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നിർണായക CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ രൂക്ഷമായ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യോഗം. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി അനുകൂല നിലപാട് സ്വീകരിച്ചതിനാൽ ജില്ലാ കമ്മിറ്റിയിൽ കാര്യമായ എതിർപ്പ് ഉയരാനുള്ള സാധ്യതയില്ല. VS രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്. അതിൽ ഒരു അനുകൂലമായ തീരുമാനമാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ജനകീയമല്ല എന്ന ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ തള്ളിയാണ് PK ശ്യാമള തന്നെ മത്സരിക്കട്ടെ നിലപാടിലേക്ക് എത്തിയത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു എതിരഭിപ്രായം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ശ്രുതി, ഇതിനകത്ത് സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് സംസ്ഥാന സമിതിയുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും തീരുമാനം ജില്ലാ സമിതി അംഗീകരിക്കുക എന്നുള്ളതാണ്. വലിയ പ്രതിഷേധങ്ങൾ അത് കണ്ണൂരിൽ സംഭവിക്കില്ല എന്നുള്ളത് പാർട്ടിക്കുറപ്പാണ്. തളിപ്പറമ്പിൽ PK ശ്യാമള സ്ഥാനാർത്ഥിയായി വരുന്നതിൽ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ ബ്രാഞ്ച് മുതൽ ഉള്ള കമ്മിറ്റികൾക്ക് എതിർപ്പുണ്ട്. അതിൽ ചില ആളുകൾ പരസ്യമായിട്ട് അത് പ്രകടിപ്പിക്കുമോ എന്ന ആശങ്കയും പാർട്ടിക്കുള്ളിലുണ്ട്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിൽ മാറ്റം വരാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PK ശ്യാമള SFI മുതൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിച്ചു വന്ന ഒരു നേതാവ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് CPM കണക്കാക്കുന്നത്. MV ഗോവിന്ദന്റെ ഭാര്യ എന്നുള്ളത് അത്തരത്തിലൊരു പദവി ഇപ്പോൾ എങ്ങനെ എന്നുള്ള ചോദ്യം സംസ്ഥാന സെക്രട്ടറി തന്നെ ചോദിക്കുകയും ചെയ്തു. അത് ഒരു അയോഗ്യതയുള്ള പദവിയല്ല എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തളിപ്പറമ്പിൽ അനുയോജ്യയായ സ്ഥാനാർത്ഥിയാണ് PK ശ്യാമള എന്നുള്ളതായിരിക്കണം സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ജില്ലാ സമിതിയുടെ ചർച്ചകളും പുരോഗമിക്കുക. പക്ഷേ ഈ കീഴ്ഘടകങ്ങൾക്കുള്ള അതൃപ്തി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അത് പ്രകടമായി അത് ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക എന്നുള്ളതൊക്കെ ഇന്നത്തെ യോഗത്തിൻ്റെ അജണ്ടയായിരിക്കാം. പക്ഷേ വളരെ അപൂർവമായി അല്ലെങ്കിൽ അസാധാരണമായ ഒരു നടപടിയായിരിക്കാം ഈ സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ അംഗീകരിച്ച PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വ ജില്ലാ സമിതി തള്ളുകയാണെങ്കിൽ അത്തരമൊരു അസാധാരണമായ തീരുമാനത്തിലേക്ക് CPMന്റെ കണ്ണൂർ ജില്ലാ ഘടകം പോകുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ അസാധാരണമായ ഒരു സംഭവമായി കണക്കാക്കേണ്ടി വരും. ശരി, VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.